ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞ് കുഞ്ഞൻ മരിച്ച് ഓളെ യൂട്രസ് പൊട്ടി, കുഞ്ഞൻ മരിച്ച് ഓളെ യൂട്രസ് പൊട്ടി, വേഗം സൈൻ ചെയ്തോ. അതൊരു പെണ്ണുങ്ങളാ, അതായത് അത് സൈൻ ചെയ്ത പേരെന്താ, വ്യക്തിന്റെ പേരെങ്കിൽ തന്നെ ഇന്നലെ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ്. അതായത് എൻ്റെ കുഞ്ഞൻ പോയി. അപ്പം ഇന്നലെ ഈ സമയത്ത് ഞാൻ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കാത്തിക്കുക. അപ്പോൾ അവിടെ ഞങ്ങൾ കാണിച്ചത് MMC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഉള്ളിയേരി MMC ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പോൾ എന്നോട് അവിടെ 7-ാം തീയതിയാണ് അവളെ അഡ്മിറ്റ് ആക്കി. ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസിനും കൊടുത്തേക്ക്, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. പക്ഷേ ഒരിക്കലും ഒരു വീഴ്ച അവരെ വന്നിക്കുന്നുള്ളത് ഞാൻ തെളിയിക്കുന്നത് വരെ ഞാൻ എല്ലാവരെയും കാണും. ഞാൻ 7-ാം തീയതി അവിടെ കാണിക്കാൻ പോയതാ. ഇപ്പോൾ അവർ പറഞ്ഞ് 7-ാം തീയതി പോയപ്പോൾ ഡോക്ടറിനോട് പ്രതീക്ഷ എന്ന് പറഞ്ഞ മേഡാ എന്നെ അവളെ OP കാണിക്കുന്നത്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല, പിന്നെ കുഞ്ഞനും കുഴപ്പമില്ല, അമ്മയ്ക്കും കുഴപ്പമില്ല. അപ്പം നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് അവർക്ക് പെയിൻ വരുന്നുണ്ടെന്ന് നോക്കാം, ഇല്ലെങ്കിൽ മരുന്ന് വെക്കാന്ന് പറഞ്ഞു. മരുന്ന് വെച്ചിട്ട് പെയിൻ വരുത്താണ്, അല്ലെ സിസേറിയൻ ചെയ്യുക. അപ്പോൾ BP ഒക്കെ ചെറിയൊരു BPന്റെ കുഴപ്പമുണ്ട്. ഞാനിത് എല്ലാ ഇതിലും പറഞ്ഞാണ് BPന്റെ ചെറിയൊരു കുഴപ്പമുണ്ട് അവർക്ക്. അപ്പോൾ BPന്റെ കുഴപ്പം വന്നപ്പോൾ അവർ പറഞ്ഞു സിസേറിയൻ ചെയ്യുക, 2ാമത്തെ പ്രസവമാണ് അവളെ. അപ്പോൾ പിന്നെ വയസ്സ് 35 കൊണ്ട് 12 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചൊവ്വാഴ്ച 2 ദിവസം അഡ്മിറ്റ് ആയിട്ട് പെയിൻ വന്നില്ലെങ്കിൽ, അപ്പോൾ ചൊവ്വാഴ്ച അവർക്ക് രാവിലെ ഒരു മരുന്ന് കൊടുത്തപ്പോൾ അവർക്ക് പെയിൻ വന്നില്ല. അപ്പം ഡോക്ടർ വന്ന്, ഈ OP ഡോക്ടർ വന്ന്, പ്രതീക്ഷ എന്ന് പറഞ്ഞ മേഡം വന്ന് എൻ്റെ അമ്മേനോടാണ് പറയുന്നത് അവർക്ക് പെയിൻ വന്നില്ല. അവളും വന്ന് പറഞ്ഞു പെയിൻ ഒന്നുമില്ല, ഇന്ന് ഉണ്ടാവില്ല, നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഓക്കെ, നാളെ ആണെങ്കിൽ നമുക്ക് 10 മണിയാകുമ്പോൾ സിസേറിയൻ ചെയ്തിട്ട് കുഞ്ഞിനെ നമുക്ക് വെളിയിലെടുക്കാം, അങ്ങനെ BPന്റെ പ്രശ്നമുള്ളേ കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ബുധനാഴ്ച ഞങ്ങൾ വീണ്ടും അവിടെ തന്നെയുള്ളത്. അവിടുന്ന് എൻ്റെ ഒരു ഇൻഷുറിൻ്റെ കാര്യം ചെയ്യാണ്ടായിരുന്നു. അപ്പം മുകളിൽ അവരെ ഇൻഷുറിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ അവളിൻ്റെ കൂടെ വന്ന് എന്നോട് പറഞ്ഞ് ഒരു ഗുളിക തന്നിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞ് 2 or 3 ഡോസ് തരേണ്ടി വരും മരുന്ന്. അപ്പോൾ എന്നാലേ പെയിന് വരൂ, എന്നാലേ വികസനം ഉണ്ടാവുന്നു ഒക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ അവളിനോട് പറഞ്ഞ് അപ്പോൾ ഒരു ഗുളിക തന്നിക്ക്, ഇനിയിപ്പോൾ 2 or 3 ഗുളിക തരൂ, പിന്നെ ഇത് തന്നിക്ക് ഇഞ്ചക്ഷൻ വെക്കാനുണ്ട്, അതും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളത് അവിടുന്ന് ഇൻഷുറൻസിന്റെ ഒക്കെ കറക്റ്റ് ആക്കി ഞാനും അവളോട് താഴത്തിറങ്ങി. അവള് ഇതില്ലാന്നല്ലോ. അപ്പോൾ അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ ഒരു ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ, അന്ന് ബുധനാഴ്ച ഈ പ്രതീക്ഷ മേഡത്തിന് ഞാനും കണ്ടില്ല, എൻ്റെ അമ്മയും കണ്ടില്ല, അവളെ അമ്മയും കണ്ടില്ല, ഇവളും കണ്ടില്ല. അവിടെ വന്ന് ഒരു ഡ്യൂട്ടിയിലുള്ള ഡോക്ടറിനോട് പറഞ്ഞ് അവൾക്ക് വേദന വന്നു തുടങ്ങിക്ക്. അപ്പോൾ കുഴപ്പമില്ല, കുഞ്ഞാൻ തിരിയുന്നുണ്ട്, അമ്മേന്റെയും കുഞ്ഞിന്റെയും BP ഒക്കെ നോർമലാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്നാണ്. അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ വാതിൽ തുറക്കുമ്പോൾ ഒക്കെ ഇവിടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അമ്മയെങ്കിൽ നിലവിളിക്കുന്ന സൗണ്ട്, അമ്മേ എനിക്ക് നിങ്ങളാരെങ്കിലും, അവള് കാല് പിടിച്ച് അവളെ അമ്മ അകത്തേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ അമ്മ അകത്തേക്ക് കയറി. ഇവള് വേദനിക്കുന്ന വെള്ളം ഒരു ഭക്ഷണം അവൾക്ക് കൊടുത്തില്ല. ഈ തിയേറ്ററിലായത് കൊണ്ട് അവിടുന്ന് ഒരു ഭക്ഷണം അവർക്ക് കൊടുത്തില്ല. ഒരു ജ്യൂസ് എൻ്റെ അമ്മ പോയി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോ. അപ്പോൾ ഒരു പറഞ്ഞു ചൂടുവെള്ളം മതി, അപ്പോൾ ചൂടുവെള്ളം മതി പ്രസവിക്കും. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ജ്യൂസ് ഞാൻ വാങ്ങി കൊടുത്തപ്പോൾ അവർ പകുതിയോള് കുടിച്ച് എന്നിട്ടും പറഞ്ഞ് എനിക്ക് ആവുന്നില്ല, എനിക്ക് വേദന ഉണ്ട് നല്ലോണം, സഹിക്കാനാകുന്നില്ല. അന്നപ്പോൾ അവർ പറയുന്നത് കുഴപ്പമില്ല, അത് ഡോക്ടറിൻ്റെ അടുത്തിൻ്റെ മുമ്പിൽ വന്ന് എന്നോട് പറഞ്ഞ് നോർമൽ പ്രസവം ആയിക്കോട്ടെ, എന്തിനാ നമ്മൾ കയറുന്നത്, നോർമൽ പ്രസവം ആയിക്കോട്ടെ, അത് അവൾക്ക് വേദന വന്നിക്ക്, കുഞ്ഞൻ തിരിഞ്ഞ് വന്നിക്ക്, എല്ലാം റെഡി ആക്കി, അവളെ എല്ലാം കണ്ടീഷൻ ഓക്കെയാണ്, കുഞ്ഞിൻ്റെത് മിടുപ്പും ഓളെ മിടുപ്പും ഒക്കെ നോർമലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇത് ഉച്ചയ്ക്ക് 1 മണിക്ക് അവൾക്ക് പെയിന് വന്നു തുടങ്ങി. അന്നപ്പോൾ അവളിങ്ങനെ ഓരോ ആൾക്കാർ ഡോക്ടർമാരിങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് മേഡം ഉള്ളിലുണ്ട്, ഇവിടെ കാണിക്കുന്ന മേഡം ഉള്ളിലുണ്ട്. അപ്പോൾ മേഡം ഇങ്ങനെ നോക്കുന്നുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളെ കൂടെ ഒരു 3 പേര് അന്നപ്പോൾ അവിടെ ഉണ്ട്, 3 പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവരെ 3 ആളെ അവർ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. 10 മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞിനൊക്കെ എടുത്ത് അവർ കൊണ്ടുവന്ന് എല്ലാം ഇവരെ വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷയല്ലേ. അപ്പോൾ ഇവർക്ക് നോർമലായിരിക്കും, വേണ്ട അവൾക്ക് വേദന, അവൾ നിലവിളിക്കട്ടെ, കുറച്ച് നിലവിളിച്ച് വീണ്ടും നിലവിളിക്കുന്നു. ഉച്ചയായി, വൈകുന്നേരമായി, 4 മണിയാകുമ്പോൾ ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല കേട്ടോ, ഓളെ വാശിയാണ്, ഓൾക്ക് വേദന വന്നു തുടങ്ങിയില്ല, ഓളെ വാശിയാണ്, ഓള് വേദനിക്കുന്നൊന്നുമില്ല, ഓളെ വാശിയാണ്. അപ്പോൾ അന്നപ്പോൾ ഓള് പറയുന്നുണ്ട്, ഓളെ അമ്മ ഓളെ അടുത്ത് പോയിട്ട് കൈ പിടിച്ചപ്പോൾ ഓളെ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഓളെ കുടുംബക്കാർ ഒരാളുണ്ട് PRO അവിടെ, അവരെ ഒന്ന് കാണിച്ചിട്ട്, അല്ലെങ്കിൽ എന്നെ കാണിക്കുന്ന ഡോക്ടങ്ങൾ കാണിച്ചിട്ട്, അതൊന്ന് കാണിച്ചിട്ട്. അപ്പോൾ അതൊന്നും ഇവർ സമ്മതിച്ചില്ല. നമുക്ക് ആണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല,
പേവാടി കയറാൻ പറ്റൂല. അപ്പോൾ ആണ് ഇവരിന്നോട് വന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല, ഓള് നോർമലായിട്ട് പ്രസവിക്കും. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ട് 9 മണി കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പുലച്ച 3 മണിക്ക് അവളെ നിലവിളി ഞാൻ കേൾക്കുന്നുണ്ട് വീണ്ടും അമ്മേന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഓളിപ്പോൾ പ്രസവിക്കട്ടോ കുഴപ്പമില്ലാന്ന്. അന്നപ്പം ഡോക്ടർമാരാടല്ല ഈ പറയുന്ന ഡ്യൂട്ടിയിലുള്ള അവരെ പേരെങ്കിൽ അറിയില്ല, കറക്റ്റ് എനിക്ക് അറിയാം, ആളെ കണ്ടാൽ എനിക്ക് അറിയാം. 2 ആളുണ്ട്, 2 ചെറിയ ചെക്കന്മാരാ. അവർ വന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. അവർ വന്ന് പറഞ്ഞ് ഇപ്പം പ്രസവിക്കട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന 3:30 ഇവളെ ഇട്ടിട്ട് ഒരു ട്രോളി മറ്റേ ഇതില്ലേ അതിൽ സ്ട്രെച്ചറിൽ ഇട്ടിട്ട് വലിച്ചത്. ഓള് അന്നപ്പോക്ക് സൗണ്ടില്ല, ഓ എന്ന് പറഞ്ഞിട്ടാണ് ഓള് പോകുന്നത്. കൈ ഇങ്ങനെ വെച്ചിക്കായി വയറ്റിൽ ഓ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് വേഗം ഇവിടെ ICUലേക്ക് വരി, പിന്നെ അവിടുന്ന് സിസേറിയൻ ചെയ്യാന്ന്. അതുവരെ സിസേറിയൻ ചെയ്യാത്ത ഇവർ അവിടുന്ന് ഇന്ന മുകളിലേക്ക് കയറ്റിക്കൊണ്ടേ. മുകളിൽ കയറ്റി ഞാനും അമ്മയും ഇപ്പം വന്ന് വരുമല്ലോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞ് കുഞ്ഞം മരിച്ച് ഓളെ യൂട്രസ് പൊട്ടി, വേഗം സൈൻ ചെയ്തു. അതൊരു പെണ്ണുങ്ങളാ, അതായത് അത് സൈൻ ചെയ്ത പേരെന്താ, വ്യക്തിന്റെ പേരെങ്കിൽ തന്നെ ഓർമ്മല്ല. എന്തായാലും അവരെ പെണ്ണുങ്ങളെ പേര് ജാസ്മിൻ ഡോക്ടർ. ജാസ്മിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാന്ന് വന്ന് പറഞ്ഞ് അവളെ യൂട്രസ് പൊട്ടിക്ക് വേഗം സൈൻ ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്തു, എന്റെ കുഞ്ഞൻ മരിച്ചതിന്റെ ഞാൻ സൈൻ ചെയ്യൂല. നിങ്ങൾ ഓളെ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ളത് മാത്രം തരി, ഞാൻ ചെയ്തുതരാം. കുഞ്ഞൻ മരിച്ചതിന് ഒരു കുഴപ്പമില്ല എന്നാണ് എല്ലാത്തിലും കാണിച്ചത്. അവർക്ക് ഇതുവരെ അരമണിക്കൂർ വരെ എന്നോട് പറഞ്ഞു കുഞ്ഞനും കുഴപ്പമില്ല, അമ്മയ്ക്കും കുഴപ്പമില്ല. പിന്നെ എങ്ങനെ അരമണിക്കൂർ കൊണ്ട് എങ്ങനെ കുഞ്ഞൻ മരിച്ചെന്നുള്ളത് അത് നിങ്ങൾ എഴുതണ്ട. എങ്കിൽ അവളെ യൂട്രസ് റിമൂവ് എന്നോട് പറഞ്ഞത് കറക്റ്റ് എന്നോട് പറഞ്ഞത് അവളെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്ത് തരണം. കുഞ്ഞൻ മരിച്ചു, ഓൾറെഡി കുഞ്ഞൻ മരിച്ച് യൂട്രസ് പൊട്ടിപ്പോയിക്ക്, കുഞ്ഞനെ എടുക്കുമ്പോഴേക്ക് യൂട്രസ് പൊട്ടിപ്പോയിക്ക്. അപ്പോൾ അവളെ അത് യൂട്രസ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്താലേ കുട്ടീൻ്റെ രക്ഷിക്കാൻ പറ്റൂ. അത് നിങ്ങൾ സൈൻ ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞൻ്റെ കാര്യങ്ങൾ അവിടെ ഞാനത് ബാക്കി ഞാൻ പിന്നെ നോക്കിക്കോളാം. നിങ്ങൾ അവളെ കാര്യം മാത്രം എഴുതി തരാം. അത് എന്നോട് അന്നപ്പോൾ അത് അവർ എഴുതി തന്ന് അവർ എഴുതി വാങ്ങി അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത്. എൻ്റെ ഭാര്യനെ രക്ഷിക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 8 മണിക്കൂർ അവരതിൻ്റെ ഉള്ളിലിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞ് എവിടുന്നൊക്കെയോ ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്നിക്ക്, ഡോക്ടർമാരെ കൊണ്ടുവന്നിക്ക്. അപ്പോൾ അവിടെ ഈ ഡോക്ടർമാരുടെ പേര് ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല. അതായത് ആ വെളിപ്പെടുത്തിയാൽ ഈ മെഡിക്കൽ കോളേജിൽ വരെ ഇതാവും. എന്നുവെച്ചാൽ ആ ഡോക്ടറെ പേര് കറക്റ്റ് എനിക്ക് അറിയാം. അത് ആ ഡോക്ടറെ ഞാൻ പറയുന്നില്ല, ആ ഡോക്ടറെ പേര്. എന്നുവെച്ചാൽ എത്രയും നല്ല ഡോക്ടറാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും, ഇവിടെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന. അപ്പോൾ ആ ഡോക്ടറെ ഞാൻ പറയുന്നില്ല. ആ ഡോക്ടർ വന്നിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഇന്നെ കാണിക്കാൻ കൊണ്ടുപോയി. അന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവള് വെന്റിലേറ്ററില്ല, എല്ലാം വായി കൂടെയൊക്കെ പൈപ്പ് ഇട്ടിട്ട് ബോധമല്ല, തീരെ ബോധമല്ല, ഒന്നുമില്ല. അവ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശ്വാസം വരും പറഞ്ഞ് അത് അവൾക്ക് ശ്വാസം കൊടുക്കാൻ വേണ്ടി കൃത്രിമ ശ്വാസം നമുക്ക് ബ്ലഡ് കയറ്റുന്നതിനെ കൊണ്ട് ചെയ്താണ്, വേറൊന്നുമല്ല. ഞാൻ ബ്ലഡ് കയറ്റി കൊണ്ടിരിക്കുകയാണ്. 7 കുപ്പി ബ്ലഡ് ഞാൻ കയറ്റിക്ക്. അപ്പോൾ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട, BP നോർമലാണ്. ഇപ്പം ബ്ലീഡിങ് നിന്നിക്ക്, എല്ലാം കഴിഞ്ഞിക്ക്, ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നലെ രാവിലെ ആകുമ്പോൾ എന്നോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. രാവിലെ അവളെ ചേച്ചീനെ എന്നെ വിളിച്ചിട്ട് കാണിച്ച് ഇതാ നോക്ക്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് അവിടുത്തെ അത്തോളി പോലീസ് സ്റ്റേഷനിൽ അടുത്ത മേഡമായിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ കഥകളും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത്. അതപ്പോൾ എൻ്റെ പെങ്ങൾ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു അവളെ മൈത്രയിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞേക്ക്. അപ്പോൾ ഞാൻ എന്താ കാര്യം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ അവളെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് അവൾ നോക്കുമ്പോൾ ഇവളെ കണ്ണ് മൊത്തം തള്ളിക്ക്, മൊത്തം വയറൊക്കെ വീർത്തിട്ട് ശരീരം മൊത്തം ഇതായി, എല്ലാം ഒന്ന് വീർത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് രാവിലെ പോരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, BP ഒക്കെ കണ്ടീഷനാണ്, ബ്ലീഡിങ് ഒക്കെ നിൽക്കും. അപ്പോൾ എന്നോട് പറഞ്ഞ് അവളെ മൊത്തതാണ് ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ പോവാന്ന് ഇവിടുന്ന്. പിന്നെ ഈ മൈത്രയിലെ ഇതിൻ്റെ ഇതുള്ളൂ ഹോസ്പിറ്റലാണ്. ഇവള് പറഞ്ഞ് തീരുമ്പോഴേക്കും അവിടെ ഈ മൊബൈൽ ICU, മൈത്രേൻ്റെ മൊബൈൽ ICU അവിടെ എത്തിക്ക്. അത് അവർ വിളിച്ച് പറഞ്ഞിട്ട് ഇവളെ അതിൽ കാണിച്ചിരിക്കുന്നത് 12-ാം തീയതി 3:30 പേഷ്യന്റ് ഇത് കഴിഞ്ഞിരിക്കുന്ന. ഇവരെന്നോട് പിറ്റേന്ന് രാവിലെ എന്നോട് പറയുന്നത് അവളെ കണ്ടീഷൻ ഓക്കെയാന്ന് പറയുന്നത്. എന്നോട് പറയുന്നത് അത് റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ പോലീസ് കൊടുത്തിക്കുക, കൈമാറിക്ക്. അവർ അതിലെഴുതിയത് 12-ാം തീയതി 3:30 മുതൽ പേഷ്യന്റ് ഒരു റിയാക്ഷൻ ഇല്ല. അപ്പം ഞാൻ അവിടെ മൈത്രയിൽ പോയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് അവളെ ലിവർ പോയിക്ക്, മൊത്തം കിഡ്നി മൊത്തം പോയിക്ക്. 40 കുപ്പി ബ്ലഡ് അങ്ങനെ അവർ കയറ്റിക്ക്. ഈ ശരീരത്തിലേക്ക് 40 കുപ്പി ബ്ലഡ് അവർ കയറ്റിക്ക്.
അപ്പോൾ എന്തെന്നാന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, നെഗറ്റീവ് ഇതിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സി ടി സ്കാൻ ചെയ്യുന്നത് അവർ പറയുന്നതാണേ, സി ടി സ്കാൻ ചെയ്യണം. സി ടി സ്കാൻ ഈ MMCയിലുണ്ട്, അവരത് ചെയ്തില്ല. ഇവർ വിടുന്നത് ഇങ്ങോട്ടാ. അപ്പോൾ ഇവരും കൂടി അറിഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്ത്, അവരങ്ങോട്ട് ഇൻഫോം ചെയ്ത് പറഞ്ഞിട്ടായിരിക്കും അവർ ചെയ്ത്. അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സി ടി സ്കാൻ അവിടെ ഉണ്ട്. അവർ സി ടി സ്കാനിൽ എവിടെയാണ് അവർക്ക് ബ്ലീഡിങ് വരുന്നത് നോക്കണം എന്നാണ് എന്നോട് അവിടുത്തെ ICU ഡോക്ടറിനോട് പറയുന്നത്. അവിടെയുള്ള സി ടി സ്കാൻ ചെയ്യണം. സി ടി സ്കാൻ്റെ സംവിധാനം അവിടെ ഉണ്ട്, അവർ ചെയ്തില്ല. അവർ ചെയ്യാണ്ട് ഇവിടേക്ക് വിടേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് അത് എന്റെ പെങ്ങളോടാണ് പറഞ്ഞത്. അവർ കറക്റ്റായിട്ട് പറഞ്ഞത് എന്റെ പെങ്ങളോടാണ്. നോർമൽ ഇപ്പൊ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഇപ്പോൾ ഇത് രാവിലെ വരെ പറഞ്ഞ അവര് പോയി കണ്ടതിന് ശേഷം, അവള് പോയി ചോദിച്ചതിന് ശേഷം എല്ലാം ഇത് അവക്ക് ബോധം വന്നില്ല. ഈ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം അവക്ക് ബോധമില്ല. അവര് പറയുന്നത് ജീവനുണ്ട്, ഇവര് വെന്റിലേറ്ററിൽ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നും അറിയില്ല. ഇവിടെ ഇങ്ങനെ BP ഇത് നോക്കുന്നു. പക്ഷെ എന്നിട്ട് റെഡ് സിഗ്നലിൽ ഞാൻ കാണുന്നുണ്ട്. അന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി സംഭവം ഇത് അല്ല. ഞാൻ ഇതിന്റെ ആരോട് പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന ഓൾക്കും അറിയാം, എന്റെ പെങ്ങൾക്കും അറിയാം, ഓളെ ഏച്ചിക്കും അറിയാം. ഇത് റെഡ് സിഗ്നലിൽ കാണിക്കുന്നുണ്ട്. ഇത് ECGന്റെ അത് മൊത്തം നോർമലല്ല. അപ്പോൾ ഇവര് പറയുന്നത് നോർമലാണ്. അതായത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് എനിക്ക് അറിയേണ്ട കാരണം. അതാണ് ഞാനിപ്പോ പറയുന്നത്. അതാണ് എനിക്ക് അറിയേണ്ട കാരണം. ഒറ്റ കാരണം, ഈ ഉച്ചയ്ക്ക് 1 മണി തൊട്ടിട്ട് പുലച്ച 3 മണി വരെ ഓല എന്തിനു വെച്ച് ചോദിച്ചു. അവര് പറയുന്നത് ഓക്ക് നോർമൽ പ്രസവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇവളെ മരണശേഷം അവർ വിട്ടില്ലേ, അവിടെ നിന്ന് വിട്ട്. ഇതിന്റെ കുഞ്ഞനെ മരണശേഷം അവർ പറഞ്ഞത് എന്താ മറുപിള്ള പൊട്ടിപ്പോയി, അതുകൊണ്ട് കുഞ്ഞന് ആശുപത്രി പറഞ്ഞു എന്നോട്. സിസേറിയൻ അവള് കാല് പിടിക്കും പോലെ അവരോട് പറഞ്ഞ് സിസേറിയൻ വേണം. അമ്മേന്റെ മരണം അവര് മൈത്രയിലേക്ക് വിട്ട്. അപ്പൊ അവരാ പറയുന്നത് അല്ലല്ല, മരിച്ചു കഴിഞ്ഞിട്ട് അതിൽ കാണിക്കുന്നത് അങ്ങനെയാ. അതിൽ കാണിക്കുന്നത് ഈ അവരെ റിപ്പോർട്ടിൽ കാണിക്കുന്നത് അവർക്ക് 12-ാം തീയതി പുലച്ച തൊട്ട് 3:30 തൊട്ട് അവളെ ശരീരത്തിൽ റെസ്പോൺസ് ഇല്ല. ഇവർ പറയുന്നത് വെച്ചാൽ അവിടെ വന്നപ്പോൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം 15 മിനിറ്റേ ആയുള്ളൂ. ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് അവർക്ക് അറ്റാക്കായി. 10 മിനിറ്റ് ഞങ്ങൾ നോക്കി, ഞങ്ങൾ കാണുന്നില്ല. 10 മിനിറ്റ് ഞങ്ങൾ നോക്കി, അരമണിക്കൂർ കൊണ്ട് ഓള് മരിക്കുകയും ചെയ്തു. റിപ്പോർട്ട് തന്ന് 3:30 അവിടെ എത്തി. 4 മണിക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്ന് 4 മണിക്ക് ഓള് മരിച്ചെന്ന്. അറ്റാക്ക് വന്നു പറഞ്ഞു. ഒരു കുഴപ്പമില്ല. എന്റെ അടുത്ത് സ്കാനിങ് റിപ്പോർട്ടുണ്ട്. അത് അവളെ എടുത്താന്നുള്ളത്. അത് എവിടെയാണെന്ന് ഇപ്പൊ എനിക്ക് അറിയില്ല. അവളെ കയ്യിൽ കറക്റ്റ് ആയിട്ട് എല്ലാ സ്കാനിങ്ങിന്റെ അവൾ ഫയൽ ചെയ്ത് സൂക്ഷിച്ച് ഈ ഡോക്ടറെ അടുത്ത് കൊടുക്കണല്ലോ. എനിക്കത് തരണം. പിന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 2-3 ഈ ഡോക്ടറെ പേര് ഞാൻ പറയുന്നില്ല, 2-3 ആരോപണങ്ങളുണ്ട് ഈ ഡ്യൂട്ടി ഡോക്ടർ. ഒന്ന് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയും അമ്മയും മരിച്ച്. ഇഷാത്ത് പൂനൂര്, അവിടെ ഒരു അമ്മ മരണപ്പെട്ട്. അവിടെ നിന്നൊക്കെ അവർ പുറത്താക്കി. അങ്ങനെയുള്ള ഒരു ആ പേരാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷെ കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് വരുത്തിയ അതേ ഡോക്ടർ തന്നെയാണ്. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അവരെ പേരും അവരെ സീലും നമ്മളെ കയ്യിലുണ്ട്. ഒരിക്കലും പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് അവള് വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ ഈ എത്ര മണിക്കൂർ ഇവര് മരുന്ന് വെച്ചാൽ എത്ര മണിക്കൂർ ഒരു ഡോക്ടർമാർക്ക് സൂക്ഷിച്ചു വെക്കാം. ഇവള് വേദനയാന്ന് പറയും. 3 ആളെ അവർ കൊണ്ടുപോയി ചെയ്ത്. എന്തുകൊണ്ട് ഇവർ 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് തൊട്ട് പുലച്ച 3 മണി വരെ അവൾ കരയാ. അത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾ കരയാ. അപ്പൊ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്ത്? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്